ഈ ക്ഷേത്രത്തിനുള്ളിലെ ശില്പങ്ങളുടെ ഭംഗി കണ്ടിട്ട് ഞെട്ടിപ്പോയി അല്ലേ? ശ്രീ ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊരു ക്ഷേത്രം, അതിനുള്ളിൽ മറ്റൊരു ക്ഷേത്രം, അങ്ങനെ വളരെ വലിയ ഒരു ക്ഷേത്രം. സദഞ്ചിതമുദഞ്ചിത നികുഞ്ചിത പദം ചലചലം ചലിത മഞ്ജുകടകം. നമസ്തേ, ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. തിരുനെൽവേലിയിലുള്ള തിരുനെല്ലയപ്പർ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. പാണ്ഡ്യരാജാക്കന്മാരുടെ കാലത്താണ് ഈ ക്ഷേത്രം സ്ഥാപിതമായത്. 7-ാം നൂറ്റാണ്ടിൽ നിൻറസീർ നെടുമാരൻ എന്ന പാണ്ഡ്യ രാജാവാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും വേണം ഈ ക്ഷേത്രം ഒന്ന് ചുറ്റിക്കാണാൻ. ഓരോ ക്ഷേത്ര സമുച്ചയങ്ങളും ഓരോരോ മതിൽക്കെട്ടിനുള്ളിലാണ്. ഓരോ ക്ഷേത്ര സമുച്ചയങ്ങൾക്കുള്ളിലും ധാരാളം മണ്ഡപങ്ങളുണ്ട്. ഈ മണ്ഡപങ്ങളിലെല്ലാം ധാരാളം തൂണുകളും ആ തൂണുകളിൽ വളരെ മനോഹരമായ ചിത്രപ്പണികളും ഉണ്ട്. നമ്മൾ ഇങ്ങോട്ട് കയറി വന്നത് രമേശേട്ടാ, ബസ്സും കാറും എല്ലാം ഒരു ഗോപുരത്തിനുള്ളിൽ, അവിടെ ഒരു റോഡ്, പിന്നെ അടുത്ത ഗോപുരത്തിനുള്ളിൽ അടുത്ത റോഡ്, അങ്ങനെ ശ്രീരംഗം ക്ഷേത്രം ഇതുപോലെയാണ് അല്ലേ? ഒരു സിറ്റി കംപ്ലീറ്റ് ആ ക്ഷേത്രത്തിന്റെ ചുറ്റുമതിലിന്റെ ഉള്ളിലാണ്. അതേപോലെയാണ് ഈ ക്ഷേത്രവും. ഒരുപാട് കോട്ടമതിലുകൾ പോലെ മതിലുകൾക്കുള്ളിലാണ് ഈ ക്ഷേത്രം. ഇതിനുള്ളിൽ വന്നപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. ഒരു ക്ഷേത്രം, പിന്നെ അതിനുള്ളിൽ ക്ഷേത്രം, അതിന്റെ സൈഡിൽ വേറെ ക്ഷേത്രം. പിന്നെ ഇവിടുത്തെ ഉപപ്രതിഷ്ഠകൾ എല്ലാ ശിവന്റെ ക്ഷേത്രങ്ങളിലും കാണുന്ന പോലെ മുരുകനുണ്ട്, വിനായകരുണ്ട്, ദക്ഷിണാമൂർത്തിയുണ്ട്, നവഗ്രഹമുണ്ട്, ദുർഗയുണ്ട്, പിന്നെ പ്രധാനപ്പെട്ട ക്ഷേത്രം ശിവനെയും പാർവതിയും പോലെ തന്നെ മഹാവിഷ്ണുവും അല്ലേ? തീർച്ചയായിട്ടും വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ്. ഇറ്റ്സ് വെരി റെയർ. വന്ന് കാണേണ്ട ഒരു ക്ഷേത്രമാണ്. അതുപോലെ ചിദംബരം എല്ലാവർക്കും അറിയാം, ബട്ട് ചിദംബരം പോലെ തന്നെ പ്രാധാന്യമുള്ള ക്ഷേത്രമാണിത്. ഇത് നമ്മൾ കണ്ട അമ്പലങ്ങളിലേക്കും വെച്ച് ഏറ്റവും വലിയ അമ്പലമാണോ എന്ന് തോന്നുന്നു അല്ലേ? എവിടെ നോക്കിയാലും ഇതേപോലെയുള്ള മണ്ഡപങ്ങൾ, ഇതുപോലെ ഒരു 3 ക്ഷേത്രം ഇതിനുള്ളിൽ തന്നെയുണ്ട്. ആ 3 ക്ഷേത്രത്തിനും ചുറ്റും ഇങ്ങനെയുള്ള മണ്ഡപങ്ങൾ. അതിനുള്ളിൽ ഞാൻ നേരത്തെ കാണിച്ച പോലെയുള്ള വ്യാളി മുഖങ്ങളുള്ള തൂണുകൾ. ഇതൊന്നും അല്ലാതെ ഓരോ ക്ഷേത്രത്തിനും മുന്നിൽ ചെറിയ വേറെ മണ്ഡപങ്ങൾ, പിന്നെ സംഗീത സ്തംഭങ്ങൾ, ദീപസ്തംഭങ്ങൾ, അങ്ങനെ പല പല കല്ലുകളിൽ നിർമ്മിച്ച പല പല അത്ഭുതങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? എന്തായാലും ചേര ചോള പാണ്ഡ്യ രാജാക്കന്മാരുടെ കാലത്ത് നമ്മുടെ ഭാരതത്തിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്ടിൽ പണിതിട്ടുള്ള ക്ഷേത്രങ്ങൾ കവച്ചു വെക്കാനുള്ള ശില്പചാരുതയൊന്നും വേറെ ലോകത്തൊന്നും. തീർച്ചയായിട്ടും ഞാനതാ, ലോകാത്ഭുതങ്ങളെ പോലും വെല്ലുന്ന രീതിയിലുള്ള ഓരോ അത്ഭുതങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അഭിമാനിക്കാം, ഭാരതത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതിൽ അല്ലേ? പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും ആ പ്രതിഷ്ഠയെ നെല്ലയപ്പർ എന്നാണ് പറയുന്നത്. അതുപോലെ എല്ലാ ശിവക്ഷേത്രങ്ങളിലും പാർവതിയുടെയും ഒരു പ്രതിഷ്ഠ ഉണ്ടാവുമല്ലോ. ഇവിടുത്തെ പാർവതിയെ കാന്തിമതി എന്നാണ് പറയുന്നത്. അപ്പം നെല്ലയപ്പനും കാന്തിമതിയുമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ശ്രീ ഗുരു
ശങ്കരയുവതിം ശ്രീ ഗുരു ഗുഹ ജനനീ വന്ദേഹം ശ്രീ കാളീമതിം ശങ്കരയുവതിം ശ്രീ ഗുരു ഗുഹ ജനനീ വന്ദേഹം ശ്രീ കാളീമതിം ശങ്കരയുവതിം ശ്രീ ഗുരു ഗുഹ ജനനീ വന്ദേഹം ശ്രീ കാളീമതിം ശങ്കരയുവതിം. ഈ സ്ഥലത്തിന് തിരുനെൽവേലി എന്ന് പേര് വരാനും ഇവിടുത്തെ ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് തിരുനെല്ലയപ്പർ എന്ന് പേര് വരാനും ഒരു കാരണമുണ്ട്. അതൊരു കഥയാണ്. അതായത് ഇവിടുത്തെ പൂജാരി ക്ഷാമമുള്ള കാലത്ത് പോലും ഉള്ള നെല്ല് സൂക്ഷിച്ച് വെച്ചിട്ട് നെല്ലുണക്കി അത് കുത്തി ഇവിടുത്തെ ശിവന് പ്രസാദമായിട്ട് പായസം ഉണ്ടാക്കി അർപ്പിക്കുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം നെല്ല് ഉണക്കാനിട്ട് പോയ സമയത്ത് മഴ പെയ്തു എന്നും ആ മഴ പെയ്തപ്പോൾ തന്നെ അദ്ദേഹം പൂജാരി തിരിച്ച് ആ നെല്ല് എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ സ്ഥലങ്ങളും മഴയത്ത് നനഞ്ഞ് വെള്ളം നിറഞ്ഞു. പക്ഷേ ഈ നെല്ല് ഉണക്കാനിട്ടിരിക്കുന്ന സ്ഥലം മാത്രം മഴ പെയ്യാതെ ഒരു വേലി കെട്ടിയതുപോലെ, ഒരു ഔട്ട്ലൈൻ പോലെ ഒരു വേലി, അതിന് ചുറ്റും മാത്രം മഴ പെയ്ത് ആ നെല്ല് മാത്രം നനയാതെ കിടക്കുന്നത് കണ്ടു എന്നുമാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ആ നെല്ലിനെ ശിവഭഗവാൻ തന്നെ വന്ന് രക്ഷിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ശിവനെ പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും ശിവൻ കാക്കും എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ സ്ഥലം തിരുനെൽവേലി, അതായത് തിരുനെൽവേലി, അതിന് നെല്ലിന് ചുറ്റും വേലി ഭഗവാനായിട്ട് തന്നെ കെട്ടിയത് കൊണ്ടാണ് ഈ സ്ഥലത്തിന് തിരുനെൽവേലി എന്നും ഇവിടുത്തെ ശിവന് തിരുനെല്ലയപ്പർ എന്നും പേര് വന്നത് എന്നാണ് ഒരു കഥ. തമിഴ്നാട്ടിലെ 5 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. എന്താണ് ശരിക്കും ഈ അമ്പലത്തിന്റെ ഒരു പ്രാധാന്യം? ഈ ക്ഷേത്രത്തിന്റെ പ്രാധാന്യം 5 ക്ഷേത്രങ്ങളിലാണ് ശിവൻ കോസ്മിക് ഡാൻസ്, അതായത് ശിവതാണ്ഡവ നൃത്തം ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ചിദംബരത്ത്, അതാണല്ലോ ചിദംബരനാഥന്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്, ചിദംബരത്ത് ശിവൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്രാലം എന്ന് പറഞ്ഞ സ്ഥലത്തെ കുട്രാലനാഥർ ടെമ്പിളിലും ശിവൻ താണ്ഡവം ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള ഒരു ക്ഷേത്രമാണിതും, തിരുനെല്ലയപ്പർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിലും ശിവൻ ഡാൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ത്രിപുര ഭഞ്ജനമനന്തകൃത കങ്കണമഖണ്ഡദയമന്തരഹിതം. ഈ ക്ഷേത്രത്തിൽ പ്രധാന പ്രതിഷ്ഠ ശിവനാണെങ്കിലും മഹാവിഷ്ണുവിനും അതേ പ്രാധാന്യം തന്നെയുണ്ട്. മഹാവിഷ്ണുവിൻ്റെ ഒരു പ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടുത്തെ ശിവനും പാർവതിയും വിവാഹം കഴിച്ചപ്പോൾ സാക്ഷിയായത് മഹാവിഷ്ണു ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വൈഷ്ണവൈറ്റ്സും ഇവിടെ ധാരാളം വന്ന് അനുഗ്രഹം നേടാറുണ്ട്. ഇവിടെയാണ് കാന്തിമതി ദേവിയുടെ പ്രതിഷ്ഠയുള്ളത്. ഈ ക്ഷേത്രത്തിന് മുമ്പിലായിട്ടും ഒരുപാട് മണ്ഡപങ്ങൾ കാണാം. അതുപോലെ തന്നെ മഹാവിഷ്ണു ക്ഷേത്രവും നെല്ലയപ്പർ ക്ഷേത്രവും എല്ലാ ക്ഷേത്ര സമുച്ചയങ്ങളിലും ഇത്രയും മണ്ഡപങ്ങൾ നമുക്ക് കാണാം. ക്ഷേത്രവും പാടൽപെറ്റ സ്ഥലമായിട്ടാണ് അറിയപ്പെടുന്നത്. തിരുജ്ഞാന സംബന്ധരും തിരുനാവുക്കരസരും എല്ലാം ഈ ക്ഷേത്രത്തിനെ കുറിച്ച് ഒരുപാട് കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട്.
14 ഏക്കറിലാണ് ഈ ക്ഷേത്രം ചുറ്റപ്പെട്ട് കിടക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ശ്രീരംഗം ക്ഷേത്രവും അതുപോലെ ഏകാംബരേശ്വരർ ക്ഷേത്രം, വരദരാജ പെരുമാൾ ക്ഷേത്രം, ഇവിടെ ഒക്കെ പോയപ്പോഴും ഇതുപോലെയുള്ള വാസ്തുവിദ്യകളും എല്ലാം കണ്ടിരുന്നു അല്ലേ? അതുപോലെ തന്നെ വലിയ ഒരു ക്ഷേത്ര സമുച്ചയമാണ് ഇത്. സദഞ്ചിത നികുഞ്ചിത പദം ചലചലം ചലിത മഞ്ജുകടകം. കാന്തിമതി ദേവിയുടെ പ്രതിഷ്ഠയ്ക്ക് എതിർവശത്തായിട്ടും നന്ദിയുടെ ഒരു സ്റ്റാച്ചു ഇവിടെയുണ്ട്. ഈ നന്ദിയുടെ സ്റ്റാച്ചു മനോഹരമായ ഒരു മണ്ഡപത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മണ്ഡപം കണ്ടോ? ഓരോ തൂണിലും വ്യാളി മുഖങ്ങൾ ഇങ്ങനെ കൊത്തിവെച്ചിരിക്കുന്നു. എത്ര തൂണുകളാന്ന് നോക്കൂ ഇതെല്ലാം. ശിവൻ താണ്ഡവ നൃത്തം ചെയ്ത 5 സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഈ ഒരു സ്ഥലം, അതായത് ഡാൻസ് ചെയ്ത ഈ സഭയെ താമ്രസഭ എന്നാണ് പറയുന്നത്. ഓരോ സ്ഥലങ്ങൾക്കും ഇതുപോലെ ഓരോ പേരുണ്ട്. താമ്രസഭ, പോർസഭ, കനകസഭ, വെള്ളിസഭ, അതുപോലെ രത്നസഭ. ഈ 5 സ്ഥലങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് താമ്രസഭയാണ്. മുരുകന്റെ ഉപപ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. ഉപപ്രതിഷ്ഠ എന്ന് പറയാൻ പറ്റില്ല, ഇതും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമായിട്ട് തന്നെയാണ് പണി കഴിപ്പിച്ചിട്ടിരിക്കുന്നത്. ഇതിന് മുന്നിലാണ് ഇത്രയും വലിയ മണ്ഡപം നമുക്ക് കാണാൻ പറ്റുന്നത്. ത്രിപുര ഭഞ്ജന മനന്തകൃത കങ്കണ മഖണ്ഡദയമന്തരഹിതം വിരിഞ്ചി സുര സംഹതി പുരന്ദര വിചിന്തിത പദം തരുണ ചന്ദ്രമകുടം പദം പദ വിഖണ്ഡിതമയം ഭസിത മണ്ഡിത തനും മദന പഞ്ജന പരി. ഇതിനു മുമ്പ് തഞ്ചാവൂരിലും ഗംഗൈകൊണ്ട ചോളപുരവും രാമേശ്വരത്തും ഒക്കെ ശിവന്റെ പ്രതിഷ്ഠയ്ക്ക് നേരെ എതിർവശത്തായിട്ട് നന്ദിയുടെ സ്റ്റാച്ചു ഉള്ളതുപോലെ തന്നെ ഇവിടെയും വലിയ ഒരു നന്ദിയുടെ സ്റ്റാച്ചു, അതും നല്ല ഒരു മണ്ഡപത്തിനുള്ളിൽ നന്ദിയുടെ സ്റ്റാച്ചു. നേരത്തെ നമ്മൾ പാർവതിയുടെ വിഗ്രഹത്തിന് മുമ്പിൽ കണ്ടു നന്ദിയുടെ ഒരു സ്റ്റാച്ചു. ഇവിടെ വലിയൊരു സ്റ്റാച്ചു ആണ്. പ്രണവ സഞ്ചിത നിധിം പരചിദംബര നടം ഹൃദി ഭജ ചിദംബര നടം ഹൃദി ഭജ ചിദംബര നടം ഹൃദി ഭജ ചിദംബര നടം ഹൃദി ഭജ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മ്യൂസിക്കൽ പില്ലേഴ്സ്. ഇതിനുള്ളിലാണ് പ്രധാന പ്രതിഷ്ഠ. ശ്രീ നെല്ലയപ്പരുടെ പ്രതിഷ്ഠ ഇവിടെയാണ്. ചിദംബര നടം ഹൃദി ഭജ ചിദംബര നടം ഹൃദി ഭജ ചിദംബര നടം ഹൃദി ഭജ. ഈ ക്ഷേത്രത്തിനുള്ളിൽ കടന്നപ്പോൾ അകത്ത് കുറേ സ്ഥലങ്ങളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും അലൗഡ് അല്ല. എന്നാലും നമ്മൾ പുറത്തുള്ള കുറേ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളെല്ലാം വീഡിയോ എടുത്ത് കാണിച്ചിട്ടുണ്ട്. അകത്ത് ഞങ്ങൾ തൊഴാനായിട്ട് കയറിയപ്പോൾ വളരെ അത്ഭുതം തോന്നി. നമ്മൾ പുറത്ത് നോക്കുന്നതിനേക്കാളും വളരെ ധാരാളം കൊത്തുപണികളുള്ള ശില്പങ്ങളുള്ള തൂണുകളും മണ്ഡപങ്ങളും, അതിനു പുറമെ ഭഗവാൻ ശിവൻ്റെ പ്രതിഷ്ഠയ്ക്ക് ഇടതുവശത്തായിട്ട് അനന്തശയനം പ്രതിഷ്ഠ നമുക്ക് കാണാം. വലിയ അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും തുളസിമാല കൊണ്ടുള്ള ചെറിയ അലങ്കാരം ഉള്ളതെന്നുണ്ടെങ്കിലും ഏകദേശം 10 അടിയോളം വരുന്ന മഹാവിഷ്ണു അനന്തശയന രൂപത്തിലുള്ള പ്രതിഷ്ഠയെ നമുക്ക് കാണാം. ഇങ്ങനെയുള്ള അത്ഭുതമുള്ള ഈ ക്ഷേത്രങ്ങൾ നമ്മൾ ഈ അടുത്ത ഭാഗത്തൊന്നും കണ്ടിട്ടേയില്ല. വിഷ്ണുവിന് പ്രാധാന്യം ഉള്ള ഒരു ക്ഷേത്രം തന്നെയാണെന്ന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. അതാണ് ശിവന്റെ തൊട്ടടുത്തായിട്ട് മഹാവിഷ്ണുവിന്റെയും പ്രതിഷ്ഠയുള്ളത്. ഇതുകൂടാതെ നരസിംഹക്ഷേത്രം വേറെ ഒരു കെട്ടിനകത്ത് വേറെ ഉണ്ട്. മഹാലക്ഷ്മി ഉണ്ട്. മഹാലക്ഷ്മിയുടെ പ്രതിഷ്ഠയോട് കൂടിയ നരസിംഹാവതാരം വേറൊരു ക്ഷേത്രം
ഈ ക്ഷേത്രത്തിനോട് അറ്റാച്ച് തന്നെ വേറെ പിന്നിലുണ്ട്. ഉം. അതാണ് 14 ഏക്കറായിട്ടാണ് രമേശേട്ടാ ഈ ക്ഷേത്രം ഉള്ളത്. അത്ഭുതം അല്ലേ? എന്തായാലും തിരുനെൽവേലിയിൽ വരുന്ന സമയത്ത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു ക്ഷേത്രം നമുക്ക് കാണാൻ കഴിയുമെന്നും ഈ അത്ഭുതാവഹമായിട്ടുള്ള ഈ ശില്പങ്ങളും സ്തംഭങ്ങളും ഒക്കെ കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചേ ഇല്ല. വളരെ ഹാപ്പിയായി നമുക്ക്, അല്ലേ? അതെ. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കാണാൻ സാധിക്കുന്നത് തന്നെ വളരെ വലിയൊരു ഭാഗ്യമാണ്. ഇതുപോലുള്ള ക്ഷേത്രങ്ങളിൽ ഇനിയും നമുക്ക് നമ്മുടെ സഞ്ചാരം തുടരാം. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.